Hi everyone, welcome back to my new video. My name is Lija John. നമുക്കെല്ലാവർക്കും അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു സാധനമാണ് സ്വർണം, ഗോൾഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗോൾഡ് യൂസ് ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ, ചൈന പോലുള്ള ഏഷ്യൻ കൺട്രീസിലാണ് ഏറ്റവും കൂടുതൽ ഗോൾഡൻ ജ്വല്ലറി ആൾക്കാർ ഉപയോഗിക്കുന്നത്. ആഭരണമായിട്ട് സ്വർണം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മളൊക്കെയാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങളിലൊന്നാണ് ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഗോൾഡ് എന്ന് പറയുന്നത് നമ്മൾ ആഭരണം ഉണ്ടാക്കുന്ന ഒരു മെറ്റലായിട്ട് കാണുന്നു. പക്ഷേ നമുക്ക് പുറമെ മറ്റ് രാജ്യങ്ങളിലുള്ള വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ്, ബിസിനസ്സുകാർ അവരൊക്കെ ഗോൾഡിനെ ഒരു നിക്ഷേപമായിട്ടാണ് കാണുന്നത്. അതായത് ലോകത്തിലെ വലിയ നിക്ഷേപങ്ങളിൽ ഭൂരിഭാഗവും ഗോൾഡിലാണ് ഉള്ളത്. അതായത് സേഫും സെക്യൂറുമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് പലരും ഗോൾഡിനെ കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഗോൾഡിൻ്റെ വില വല്ലാണ്ട് കൂടുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കൂടിയ വില കുറഞ്ഞതും കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പലിശ കുറയുന്നു എന്നൊരു വാർത്ത ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് വരികയുണ്ടായി. പക്ഷെ പ്രതീക്ഷിച്ചതുപോലെ അവരാരും എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു പ്രതിഫലമൊന്നും അവർക്ക് അതിന് ലഭിച്ചില്ല. അതുമാത്രമല്ല, ആ ഒരു സമയത്ത് ട്രോയ് ഔൺസ് എന്ന് പറഞ്ഞാൽ 31.1 ഗ്രാം സ്വർണം $30 വില ഉയർന്ന് അത് ഏകദേശം ഒരു 2600 എത്തി. പക്ഷെ തൊട്ടു പിന്നാലെ തന്നെ അത് തിരിച്ച് 2564 എത്തുകയും ചെയ്തു. അപ്പം ഈ ഒരു സമയത്ത് വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് ബൾക്കായിട്ട് അവരുടെ ഒരു പലിശ എടുത്തു. ആ ഒരു പലിശ എടുത്തപ്പോൾ ഇതിൻ്റെ വില കുറയുന്ന ഒരു കാരണമായി. മാത്രമല്ല, പിന്നീട് വില കയറ്റവും ഉണ്ടായി. അപ്പോൾ ഇതിന് മുന്നേ വില കൂടി, വില കുറഞ്ഞു, പിന്നെയും വില കൂടുന്നു. അപ്പോൾ ഇപ്പം വില കൂടി നിൽക്കുകയാണ് ഗോൾഡിന്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ ആഴ്ച സ്വർണത്തിൻ്റെ വില കൂടിയായിരുന്നു. അതായത് ഗ്രാമിന് 50 രൂപയും പവന് 400 രൂപയും കൂടിയായിരുന്നു. അപ്പം ഈ കഴിഞ്ഞ ബജറ്റിൽ സ്വർണത്തിൻ്റെ ഇറക്കുമതി തീരുവയൊക്കെ കുറച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സംഭവത്തിന് ശേഷം ഏറ്റവും ഉയർന്ന ഒരു സ്വർണത്തിൻ്റെ വിലയാണ് ഇപ്പോഴുള്ളത്. 4 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഈ ഒരു പലിശ നിരക്കിൽ 0.5% കുറവ് വരുത്താൻ അമേരിക്കൻ ഫെഡറൽ റിസർവ് തീരുമാനിച്ചത്. അപ്പോൾ ഈ ഒരു കുറവ് എന്തായാലും ആഗോള വിപണികളിൽ മൊത്തത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ട്രോയ് ഔൺസിന് $30 ഉയർന്ന് വില $2600 എത്തിയെങ്കിലും പിന്നീട് $2564 തിരിച്ചിറങ്ങി. വലിയ വലിയ ഇൻവെസ്റ്റേഴ്സൊക്കെ ഇതിൽ നിന്ന് അവരുടെ ലാഭം എടുത്തതും ഈ ഒരു സ്വർണത്തിൻ്റെ വില കൂടാൻ പിന്നീട് കാരണമായി. അമേരിക്ക പലിശ ഇനിയും കുറയ്ക്കുകയാണെങ്കിൽ ഇന്ത്യയിലേക്ക് കൂടുതൽ നിക്ഷേപം എത്താനും സാധ്യതയുണ്ട്. പക്ഷെ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് ഓഹരികളിൽ വൻതോതിൽ ലാഭമെടുപ്പ് നടക്കുന്നത് കൊണ്ട് റീറ്റെയിൽ നിക്ഷേപങ്ങൾക്ക് നഷ്ടം ഇപ്പോൾ നേരിടുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് ഗോൾഡിൻ്റെ പ്രൈസിനെ പറ്റി ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.